ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ ലെക്ചർ വീഡിയോയിൽ നമ്മൾ എടുക്കുന്ന പോയം എന്ന് പറയുന്നത് ഹെർ ബ്രസ്റ്റ് ഇസ് ഫിറ്റ് ഫോർ പേൾസ് ബൈ എമിലി ഡിക്കിൻസൺ. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയൊരു ഓഥർ ഓവർവ്യൂവിനെ കുറിച്ച് പറയാം. എമിലി ഡിക്കിൻസൺ, ബോൺ ഇൻ 1830 ആൻഡ് ഡൈഡ് ഇൻ 1886. ഒരു അമേരിക്കൻ പോയറ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അമേരിക്കൻ പോയറ്റാണ്. ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ വളരെ ബോൾഡ് ആയിട്ടുള്ള അൺകൺവെൻഷണൽ ആയിട്ടുള്ള പോയംസ് ആണ് എമിലി എഴുതിയിട്ടുള്ളത്. ആൻഡ് മോസ്റ്റ് ഓഫ് ഹർ ലൈഫ് ഷീ വാസ് ലിവ്ഡ് എ സെക്ലൂഡഡ് ലൈഫ് ഇൻ മാസച്യൂസെറ്റ്. മാത്രമല്ല, ഇപ്പോൾ പോയട്രി കളക്ഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 1800 പോയംസ് ടോട്ടലായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൽ തന്നെ കോമൺ ആയിട്ട് പറയുന്ന തീംസ് ഡെത്ത്, നേച്ചർ, ഇമോർട്ടാലിറ്റി, ഇതൊക്കെയാണ് കോമൺ തീംസ് ആയിട്ട് പല പോയംസിലും വരുന്നത്. പക്ഷേ ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗർ വെൻ വി ടോക്ക് അബൌട്ട് അമേരിക്കൻ പോയട്രി. ഇതാണ് പോയറ്റിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ബയോഗ്രഫി. ഇനി നമുക്ക് നമ്മുടെ പോയറ്റിലേക്ക് വരാം. വളരെ ഷോർട്ടായിട്ടൊരു പോയമാണ്. ഹെർ ബ്രസ്റ്റ് ഇസ് ഫിറ്റ് ഫോർ പേൾസ് ബട്ട് ഐ വാസ് നോട്ട് എ ഡൈവർ. Her brow is fit for thrones, but I have not a crust. Her heart is a fit for home, I a sparrow built there, sweet of twigs and twine, my perennial nest. ഇത്രയാണ് പോയം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് മെറ്റഫേഴ്സും സിമ്പിൾസും മീനിങ്സും ഉണ്ട്. സോ നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ്, ഹെർ ബ്രസ്റ്റ് ഇസ് ഫിറ്റ് ഫോർ പേൾസ്. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയുടെ ബോഡിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ സ്പീക്കർ എന്താണ് പറയുന്നത്? ആ ഒരു സ്ത്രീയുടെ ചെസ്റ്റ് പേൾസ് കൊണ്ട് അലങ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബോഡിയാണ് ആ സ്ത്രീക്കുള്ളതെന്ന് പറയുന്നു. ഇവിടെ സിംബലിസം ഉണ്ട്. പേൾസ് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? പ്യൂരിറ്റി, ഇന്നസെൻസ്, എലഗൻസ്. മാത്രമല്ല, പേൾസിനൊരു വാല്യൂ ഉണ്ട്. സോ അതുപോലെ തന്നെയാണ് ഈ ഒരു സ്ത്രീയുടെ ബോഡിയും അത്രമേൽ പ്യുവറാണ്, ഇന്നസെൻ്റ് ആണ്, വാല്യുബിൾ ആണെന്ന് പറയുന്നത്. അതാണ് അവിടെ വരുന്ന ഒരു കമ്പാരിസണും സിംബലിസവും. ഓക്കെ, ബട്ട് ഐ വാസ് നോട്ട് എ ഡൈവർ. ഇപ്പോൾ അവിടെ സ്ത്രീയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം സ്പീക്കർ സ്വയം ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. സ്പീക്കർ ആരെയാണ് കമ്പയർ ചെയ്യുന്നത്? സ്പീക്കർ ഡൈവറിനെയോടാണ് കമ്പയർ ചെയ്യുന്നത്. ഇതൊരു അനിമൽ ഇമേജറിയാണ്. ഡൈവർ എന്ന് പറയുന്നത് ഒരു വാട്ടർ ബേർഡാണ്. ഓക്കെ, ഈ ഒരു പക്ഷികൾ, ഇപ്പോൾ പൊന്മാനെ പോലത്തുള്ള പക്ഷികൾ വാട്ടർ ബേർഡ്സ് ആണ്. ഇവർക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോയി മീൻ പിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഡൈവർ, ഒരു വാട്ടർ ബേർഡിനോടാണ് സ്പീക്കർ സ്വയം കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്പീക്കർ പറയുന്നത്, ഞാൻ പക്ഷെ ഒരു ഡൈവർ അല്ല. ആയിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഈ ഒരു പവിഴപ്പുറ്റിൽ നിന്ന് ഈ ഒരു മുത്ത് കൊണ്ടുവന്നേനെ, പേൾസ് ഈ ഒരു സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്നേനെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ സ്പീക്കർ ഡൈവർ അല്ലാത്തതുകൊണ്ട് ഈ ഒരു കാര്യം സ്പീക്കറെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഒരു രീതിയിലുള്ളൊരു അൺവർത്തിനെസ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സ്പീക്കർ ഒരുപാടധികം പ്രേസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലൈനിൽ സ്ത്രീയുടെ ബോഡിയെ ഒരുപാട് പ്രേസ് ചെയ്യുന്നുണ്ടെങ്കിലും സ്വയം അത്രയ്ക്ക് ഒരു വേർതി അല്ല, അർഹിക്കുന്നില്ല, ഈ ഒരു ഈ ഒരു സ്ത്രീയെ അർഹിക്കുന്നില്ല എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ലൈൻ, ഹെർ ബ്രോ ഇസ് ഫിറ്റ് ഫോർ ത്രോൺസ്. ഇനി ആ ഒരു സ്ത്രീയുടെ പുരികത്തെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അവരുടെ പുരികത്തിന് മാത്രം ഒരു സിംഹാസനം കൊടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജറി, ഒരു സിംഹാസനം അല്ലെങ്കിൽ കിരീടം, ചെങ്കോൽ, ഇതൊക്കെ എന്തിൻ്റെ സിംബലൈസേഷനാണ്? നൊബിലിറ്റി, ഡിഗ്നിറ്റി, റോയൽറ്റി, ഒരു രാജകീയത്തിൻ്റെ സിമ്പിൾസാണ് നമ്മൾ പൊതുവെ സിംഹാസനം, കിരീടം ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ പുരികങ്ങൾക്ക് പോലും ഒരു സിംഹാസനം പണിത് കൊടുക്കാമെന്ന് പറയുമ്പോൾ അത്രമേൽ മജസ്റ്റിക് ആണ്, ഒരു റോയൽ പ്രസൻസ് ആ സ്ത്രീക്കുണ്ടെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ ബട്ട് ഐ വാസ് നോട്ട് എ ക്രസ്റ്റ്. എഗെയിൻ സ്പീക്കറിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. സ്പീക്കർ പറയുന്നത് സ്പീക്കറിൻ്റെ കയ്യിൽ ഒരു ക്രസ്റ്റ് ഇല്ല എന്നാണ്. ഇവിടെ ക്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പലാണ്. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഡ്രാഗൺസ് പോലത്തുള്ള വെബ് സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ രാജകുടുംബത്തിനും ഓരോ സിമ്പലുണ്ട്. ഒരു എന്തെങ്കിലും ഒരു അനിമൽ സിമ്പലായിരിക്കാം. സിംഹത്തിൻ്റെയോ അല്ലെങ്കിൽ കടുവയുടെയോ ഒരു രൂപം അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ രൂപം അവർക്ക് അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഫാമിലി സിമ്പലായിട്ട് കാണും. മിക്കപ്പോഴും അവരുടെ കൊട്ടാരത്തിലും അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ ബാനേഴ്സിലും ഈ ഒരു സിമ്പൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ്
ക്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പീക്കർ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ക്രസ്റ്റ് ഇല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അത്ര നോബിൾ അല്ല, എനിക്കൊരു റോയൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. എഗെയിൻ നമുക്കൊരു കോൺട്രാസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം സ്ത്രീയുടെ പുരികങ്ങൾക്ക് പോലും ഒരു സിംഹാസനം അർഹിക്കുന്നുണ്ട്, പക്ഷെ സ്പീക്കർ എന്താണ് പറയുന്നത്, സ്പീക്കറിൻ്റെ കയ്യിൽ ഒരു ഫാമിലി ക്രസ്റ്റ് പോലും ഇല്ല എന്നുള്ളൊരു കോൺട്രഡിക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ലൈൻ, ഹർ ഹാർട്ട് ഇസ് ഫിറ്റ് ഫോർ എ ഹോം. ഇനി സ്ത്രീയുടെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ ഒരു വീട് അർഹിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷീ ഈസ് വെരി ലവിങ്, ജെൻറ്റിൽ ആൻഡ് ഹോംലി. ഓക്കെ, അങ്ങനെ ഒരു അഫെക്ഷൻ, ഒരു സെക്യൂരിറ്റി നമുക്ക് ഈ ഒരു സിംബലൈസേഷനിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു സൗന്ദര്യത്തിനും മേൽ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്ത്രീ ഒരു വീട്, നല്ലൊരു ഇമോഷണലി കംഫർട്ടബിൾ ആയിട്ടൊരു വീട് അർഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഐ എ സ്പാരോ ബിൽഡ് ദർ. ഇനി സ്പീക്കർ എന്താണ് പറയുന്നത്, സ്പാരോ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് സ്വയം. അങ്ങനെ ഒരു കുറച്ച് ആനിമൽ ഇമേജറി നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്പീക്കർ പറയാണ് ഞാനൊരു സ്പാരോ, വളരെ ഓർഡിനറി ആയിട്ടുള്ളൊരു പക്ഷിയായിട്ട് ആ ഒരു സ്ത്രീയുടെ മനസ്സിൽ ഒരു കൂട് കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹോപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു ചെറിയൊരു പ്രതീക്ഷയാണ്. അത്രയും റോയലായിട്ട് ആ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ ഒരു ചെറിയൊരു കൂട് കൂട്ടാൻ സ്പീക്കർ ആഗ്രഹിക്കുന്നുണ്ട്. സ്വീറ്റ് ഓഫ് ട്വിക്സ് ആൻഡ് ട്വൈൻ. ആ കൂട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ട്വിക്സും ട്വൈനും കൊണ്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടോ ഒന്നുമല്ല. വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിവോഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി കൂടിനെ കുറിച്ച് പറയുന്നത് എന്താണ്, മൈ പെരനിയൽ നെസ്റ്റ്, അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. പെരനിയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവർ ലാസ്റ്റിംഗ് അല്ലെങ്കിൽ എൻഡ്യൂറിങ് എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്പീക്കർ പറയുന്നത് ആ സ്ത്രീയുടെ ഹൃദയത്തിൽ എനിക്കൊരു കൂട് കൂട്ടാൻ ആഗ്രഹമുണ്ട്, അത് വളരെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടൊന്നുമല്ല, ഒരു സ്നേഹമല്ല ആഗ്രഹിക്കുന്നത്, മാത്രമല്ല എന്നേക്കുമായിട്ടുള്ള ഒരു സ്നേഹമാണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു കോൺട്രാസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം ആ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരുപാട് വെൽത്തി ആയിട്ടുള്ള, റോയൽ ആയിട്ടുള്ള ഒരു ഇമേജറിയാണ് സ്പീക്കർ ഉപയോഗിക്കുന്നത്. പക്ഷെ സ്വയം കാര്യം വരുമ്പോൾ വളരെ ഓർഡിനറി ആയിട്ടുള്ള, ഈവൻ ഇൻഅഡ്ക്വേറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് സ്പീക്കർ ഉദ്ദേശിക്കുന്നത്. ഇമേജറി വെച്ചും ആ ഒരു സിംബലൈസേഷൻ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഗ്രേറ്റ് കോൺട്രഡിക്ഷനാണ്. ആ ഒരു സ്ത്രീയെ സ്പീക്കർ അർഹിക്കുന്നു എന്ന് തോന്നുന്നില്ല. സ്പീക്കറിന് ആ ഒരു രീതിയിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഞാൻ ആ സ്ത്രീയെ അർഹിക്കുന്നുണ്ടോ, അവരുടെ സ്നേഹം ഞാൻ അർഹിക്കുന്നുണ്ടോ എന്ന് അവർക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ട്, പറ്റുമെങ്കിൽ ആ സ്ത്രീയുടെ ഹൃദയത്തിൽ ഒരു കൂടുകൂട്ടാൻ സാധിക്കുക. അത് ഒരു എവർലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്നേഹം കൊടുക്കാൻ സാധിക്കുക, ഒരു കെയറിങ് കൊടുക്കാൻ സാധിക്കുക എന്നാണ് സ്പീക്കറുടെ ആഗ്രഹം. അതാണ് നമുക്ക് ഈ ഒരു അനാലിസിസിലും കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് വിലപിടിപ്പുള്ള വസ്തുക്കൾക്കോ അല്ലെങ്കിൽ സോഷ്യൽ പ്രിവിലേജിനെ കാട്ടിലും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് സ്വാർത്ഥതയില്ലാത്ത സത്യസന്ധമായിട്ടുള്ള സ്നേഹം. അതാണ് ഒരു തീം. രണ്ടാമത്തേത്, സ്പീക്കർ അവരുടെ തന്നെ ലിമിറ്റേഷൻസ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ സ്പീക്കറിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്നേഹവും കമ്മിറ്റ്മെൻറ്റും ആണ്. ഒരു പക്ഷേ ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒരു അധികാരമോ അല്ലെങ്കിൽ സ്വർണമോ പണമോ കൊടുക്കാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹോം, ആ ഒരു ഇമോഷണൽ കംഫർട്ട് സ്പീക്കറിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സോ ഇത് നമ്മൾ ഇമേജറി നോക്കുമ്പോൾ തന്നെ ഒരു റൊമാൻറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ലസ്റ്റ്ഫുൾ ആയിട്ടോ ഉള്ളൊരു ടോണിനെ കാട്ടിലും കുറച്ചും കൂടി ഒരു ലിറിക്കലായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ മെയിൻ തീം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാര്യമാണ്, മെറ്റീരിയൽ വെൽത്തിനെ കാട്ടിലും ഒരുപാട് വിലയുള്ളതാണ് മനുഷ്യന്, അല്ലെങ്കിൽ ഹ്യൂമൻ വേർത്തിന് ഒരുപാട് വാല്യൂ ഉണ്ട് ഇങ്ങനത്തെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളെ കാട്ടിലും എന്നുള്ളൊരു മെയിൻ തീം ഈ ഒരു പോയറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് ഈ ഒരു പോയറ്റിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് സമ്മറി ആൻഡ് അനാലിസിസ്. ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയത്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് മെൻഷൻ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഞാൻ ഏതെങ്കിലും ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഒരു അനാലിസിസ്, ഒരു പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
And if you know about it, you can add it in the comment section. Okay, so we can learn together. And like the video ഒരു ലെക്ചർ വീഡിയോ മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ കോണ്ടന്റിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തുള്ള ഏതെങ്കിലും ലെക്ചർ വീഡിയോസിൻ്റെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. ഐ വിൽ സീ യു in another video. Till then, take care.